ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന ആശാപ്രവർത്തകരുടെ സമരം തുടരും. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സമരസമിതിയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത്. ഓണറേറിയം വർധന പ്രഖ്യാപിക്കണമെന്നും അതുണ്ടാവാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും സമരസമിതിയും വ്യക്തമാക്കിയിരുന്നു. ജിബിൻ ജെ ബി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ജിബിൻ, ഗുഡ് മോർണിംഗ്. 58 ദിവസമായി ഇവരുടെ സമരം തുടരുന്നു, ഒപ്പം ഉപവാസ സമരവും തുടരുകയാണ്. വളരെ നിരാശരാണ് ഇവരെല്ലാം എന്നാണ് മനസ്സിലാവുന്നത്. കാരണം പലപ്പോഴായി ചർച്ച നടന്നിട്ടും അത് വിജയിക്കുന്നില്ല. ഇന്നലെ തൊഴിൽ മന്ത്രിയെ കണ്ട് അവരുടെ നിവേദനം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇനി എങ്ങനെയാണ് ഈ സമരം ഇവർ മുന്നോട്ട് കൊണ്ടുപോയി? ഇവർക്കൊരു ലക്ഷ്യമുണ്ടോ ഇപ്പോൾ? സമരം 58 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നിരാഹാര സമരം 20 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവർ തൊഴിൽ മന്ത്രിക്ക് നേരിട്ടെത്തി നിവേദനം നൽകാനായി എത്തിയത്. പക്ഷേ തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഒരു ധാരണയിലേക്ക് എത്തിയില്ല. അതിനുശേഷമാണ് സമരസമിതി ഈ ഒരു സമരം തുടരുമെന്നുള്ള ഒരു കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് നിവേദനം നൽകാനായി എത്തിയ നമ്മുടെ സമരസമിതി നേതാവായിട്ടുള്ള ബിന്ദു ചേച്ചിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ചേച്ചി, കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി ചർച്ച നടത്തി. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും കാര്യം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? അല്ല, അദ്ദേഹം ഇവരെല്ലാവരും പറയുന്ന വാചകമാണ് ആദ്യമേ ആവർത്തിച്ചത്. ഇപ്പോൾ ഉടനെ ഒരു പ്രഖ്യാപനം നടത്താൻ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഒരു തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിലും ഒരു തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിലും കുറച്ചും കൂടി ഒന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമായി ചിന്തിച്ചതിനകത്തൊരു ഇടപെടൽ നടത്തണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാമെന്ന് അത്തരത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു നമ്മൾ വെച്ച സജഷൻസ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ധനവകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ആലോചിക്കാതെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി കണ്ടതിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ പഠനസമിതി വെച്ച് പഠനം നടത്തുന്നത് 1 മാസമായി കുറയ്ക്കുകയും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് അതൊരു ശുപാർശ ഇറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കാമെന്നുള്ള. ഇല്ല, ലാസ്റ്റ് ആരോഗ്യമന്ത്രിയായിട്ട് നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുമായിട്ടാണ് അദ്ദേഹം വന്നത്. അതിൻ്റെ ഫസ്റ്റ് എഴുതി വച്ചിരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ഒരു തീരുമാനം അത്തരം ഒരു തുക പ്രഖ്യാപനത്തിന് ശേഷം സമരം നിർത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം. തന്നെ കാരണം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോഴും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ടപ്പോഴും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ മിനിറ്റ്സുമായാണ് അദ്ദേഹം എത്തിയത്. ആ മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തത്വത്തിൽ ഓണറേറിയം അംഗീകരിക്കാമെന്നുള്ളത്. പക്ഷേ അത് അവർക്കൊരു ഉറപ്പായി കിട്ടണം. അതൊരു ശുപാർശയെ തന്നെ ഇറക്കിയാൽ മാത്രമേ അവർക്കത് വിശ്വസനീയതയിൽ എടുക്കാൻ പറ്റൂ. കാരണം കഴിഞ്ഞ 58 ദിവസമായി സമരവും 20 ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ചു വരികയാണ്. പക്ഷേ ഇതുവരെയും അവർക്ക് യാതൊരുവിധ ഔദ്യോഗിക ഉറപ്പും ആ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ വകുപ്പ് മേധാവികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തത്വത്തിൽ അംഗീകരിച്ച കാര്യം അതൊരു ശുപാർശയായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവായി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല ഈ പഠനസമിതി വെച്ച് പഠനം നടത്തുന്ന കാര്യം, ആ ഒരു കാര്യം കൂടി 1 മാസമായി പഠനസമിതിയുടെ കാലാവധിയും കൂടി കുറച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമരത്തിന് താൽക്കാലികമായ ഒരു അന്ത്യം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാർ ഉള്ളത്. മോത്തി, ശരി. അവരിപ്പോഴും പ്രതീക്ഷയിലാണ്. ഞാൻ നേരത്തെ ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചത്. പലപ്പോഴും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യതിചലിപ്പിക്കാൻ പല ഘടകങ്ങൾ ഉണ്ടാവുക, യാതൊരു പ്രതീക്ഷയും ഇല്ലാതാവുക എന്ന് വരുമ്പോൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറി നിന്ന് പോകും അറിയാതെ. അത്രത്തോളം അവർ ദുരിതം അനുഭവിക്കാൻ. പക്ഷേ ഇവരുടെ കാര്യത്തിൽ കടുത്ത ലക്ഷ്യത്തോടെ അവരിപ്പോഴും മുന്നോട്ട് പോകുന്നു.